ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയുടെ പിൻഗാമിയായി മകൻ മുജ്തബ ഖമനേയിയെ തെരഞ്ഞെടുത്തു. ദേശീയ ടെലിവിഷൻ ചാനലാണ് ഈ വിവരം പുറത്തുവിട്ടത്. ഇറാനിലെ മുതിർന്ന രാഷ്ട്രീയ നേതാക്കളും സേനാ വിഭാഗമായ IRGCയും മുജ്തബയ്ക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. പുതിയ നേതാവിന്റെ തെരഞ്ഞെടുപ്പിന് പിന്നാലെ പശ്ചിമേഷ്യയിലെ സാഹചര്യം രൂക്ഷമായി തുടരുകയാണ്. സൗദി അറേബ്യയിൽ ഒരു ഇന്ത്യൻ പൗരൻ ഉൾപ്പെടെ 3 പേർ കൊല്ലപ്പെട്ടു. ബഹ്റൈനിൽ ഡ്രോൺ ആക്രമണത്തിൽ 32 പേർക്ക് പരിക്കേറ്റു. ആഗോള സാമ്പത്തിക രംഗത്തും പ്രതിസന്ധി ഗുരുതരമാണ്. ക്രൂഡ് ഓയിലിന്റെ വില 100 കടന്നു. ഇന്ത്യയിൽ സെൻസസ് സൂചികയിലും വൻ ഇടിവുണ്ടായി. സ്വർണത്തിന്റെ വില കുറഞ്ഞു. രൂപയുടെ മൂല്യവും താഴേക്കാണ്. കൂടുതൽ വിവരങ്ങളുമായി അജയ് സുധ ബിജു ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. അജയ്, സാമ്പത്തിക മാന്ദ്യം പ്രകടമാണ്, സാമ്പത്തിക പ്രതിസന്ധി പ്രകടമാണ് ആഗോളതലത്തിൽ. അതോടൊപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ ആക്രമണം തുടരുന്നു എന്നുള്ള കാര്യവും സംശയമില്ലല്ലോ ഇറാന്റെ ഭാഗത്ത് നിന്ന്. മഞ്ജുഷ്, ഈ നിലവിൽ സംഘർഷം ആരംഭിച്ചതിന് ശേഷം രണ്ടാമത്തെ ഞായറാഴ്ചയാണ് നിലവിൽ കഴിഞ്ഞിരിക്കുന്നത്. അതായത് ഇന്നലെ ഹോളിഡേ ആയിരുന്നു. ഇന്ന് മാർക്കറ്റ് റീ ഓപ്പൺ ചെയ്തതിന് ശേഷം വളരെ മോശം സാഹചര്യമാണ് എല്ലാ രാജ്യങ്ങളിലും ഒരേപോലെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഒരു ഭൂഖണ്ഡങ്ങൾ പ്രത്യേകിച്ചോ അല്ലെങ്കിൽ മറ്റ് തലങ്ങളിലൊന്നും തന്നെ ഇതിന് വ്യത്യസ്തതയില്ല. എങ്കിലും ഏഷ്യൻ രാജ്യങ്ങളിൽ പ്രതിസന്ധി കുറച്ച് ഗുരുതരം തന്നെയാണ്. ഇന്ന് ക്രൂഡ് ഓയിൽ വില ബാരലിന് $115 വരെ എത്തി എന്നുള്ളൊരു സാഹചര്യമുണ്ട്. $100 പിന്നിടുന്നത് 2022 ശേഷം ക്രൂഡ് ഓയിലിന് ഈ $100 മുകളിൽ ഈ തുക ഉയർന്നു പോകുന്നത് ഇത് ആദ്യമായിട്ടാണ്. കോവിഡ് കാലത്തിന് ശേഷം ഇത്രയും മോശം സാഹചര്യത്തിലൂടെ ലോകം ഇപ്പോഴാണ് കടന്നു പോകുന്നത്. ഇതിനു മുൻപേ ഗാസ സംഘർഷമുണ്ടായിരുന്നു, റഷ്യ യുക്രൈൻ യുദ്ധമുണ്ടായിരുന്നു. അപ്പോഴൊന്നും തന്നെ ഇത്ര മോശം സാഹചര്യത്തിലേക്ക് ക്രൂഡ് ഓയിലിന്റെ വില ഉയർന്നു പോയിട്ടില്ല. ഇപ്പോൾ അതിനെ തുടർന്ന് വിവിധ രാജ്യങ്ങളിൽ പെട്രോളിയം ഡീസൽ ഉൽപ്പന്നങ്ങളുടെ വില വർധനവ് ഉടൻ തന്നെ നടപ്പിലാക്കേണ്ടി വരും എന്നാണ് സൂചന. ഈ ഒരു സാഹചര്യത്തിൽ സൗത്ത് കൊറിയ അവരുടെ ക്രൂഡ് ഓയിൽ അതുപോലെ തന്നെ മറ്റ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രിക്കാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. പ്രസിഡന്റ് ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക ക്യാബിനറ്റ് യോഗം വിളിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. 30 വർഷങ്ങൾക്ക് ശേഷം സൗത്ത് കൊറിയ ആദ്യമായിട്ടാണ് ഈ വില നിയന്ത്രിക്കാൻ, ഈ എണ്ണ സാമഗ്രികളുടെ വില നിയന്ത്രിക്കാനുള്ള അടിയന്തര നടപടി നിലവിൽ സ്വീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സെൻസെക്സ് സൂചികയിലും വളരെ ഒരു മോശം നിലവാരമാണ് ഇന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 2300ഓളം പോയിന്റാണ് ഇന്ന് മാത്രം സെൻസെക്സിൽ ഇടിഞ്ഞത്. നിഫ്റ്റിയിൽ 700 പോയിന്റ് ഇടിഞ്ഞതായിട്ടും റിപ്പോർട്ടുണ്ട്. എല്ലാ സൂചികകളും താഴേക്ക് തന്നെയാണ് ഇന്ന് കൂപ്പുകുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ സ്വർണ്ണവിലയിലും കുറവുണ്ടായിട്ടുണ്ട്. സ്വർണ്ണവിലയിൽ ഗ്രാമിന് 180 രൂപ കുറഞ്ഞ് ഗ്രാമിന് 14,820 രൂപ വന്നു. പവന് 11,000 രൂപയിലും എത്തി. അതുപോലെ തന്നെ രൂപയുടെ മൂല്യവും കുറഞ്ഞിട്ടുണ്ട്. 47 പൈസയുടെ ഇടിവാണ് ഇന്ന് ഡോളറിനെതിരെ രേഖപ്പെടുത്തിയത്. അങ്ങനെ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 92 രൂപ 21 പൈസയിലെത്തി. കഴിഞ്ഞ ആഴ്ച രൂപയുടെ എക്കാലത്തെയും വലിയ വീഴ്ച റിപ്പോർട്ട് ചെയ്തതാണ്. അന്ന് 92.31 എന്നുള്ള നിലയിലായിരുന്നു. അന്നത്തേൽ നിന്ന് കുറച്ച് മെച്ചപ്പെട്ട് ഇന്ന് വീണ്ടും രൂപയുടെ മൂല്യം ഇടിയുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ ഇന്റർനാഷണൽ മോണിറ്ററിംഗ് ഫണ്ട് ഡയറക്ടറിന്റെ ഒരു പ്രസ്താവന പുറത്തു വന്നിട്ടുണ്ട്. IMFന്റെ അഭിപ്രായം അനുസരിച്ച് നിലവിൽ ലോകം ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇത് ഇനിയും മോശമാകാൻ സാധ്യതയുള്ളതായിട്ടാണ് IMF നിലവിൽ പ്രവചിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ G7 രാജ്യങ്ങൾ ഒരു അടിയന്തര നീക്കത്തിനും മുന്നോട്ട് പോകുന്നുണ്ട്. അതായത് അന്താരാഷ്ട്ര ഊർജ ഏജൻസിയിൽ നിന്ന് അവരുടെ അടിയന്തര സ്റ്റോറേജിൽ നിന്നുള്ള കുറച്ച് ഓയിൽ റിസർവ് അത് പുറപ്പെടുവിക്കണം എന്നുള്ളൊരു ആവശ്യം G7 രാജ്യങ്ങൾ ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഈ ഇന്ധന കമ്മി ഉൾപ്പെടെ രേഖപ്പെടുത്തിയ പശ്ചാത്തലത്തിലാണ് ഇവർ ഇത്തരത്തിൽ അന്താരാഷ്ട്ര ഊർജ ഏജൻസിയുടെ ഒരു അടിയന്തര സ്റ്റോറേജിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യണം എന്നുള്ളൊരു നീക്കത്തിലേക്ക് എത്തിയത്. US ഉൾപ്പെടെയുള്ള G7 രാജ്യങ്ങൾ ഇതിനെ പിന്തുണയ്ക്കുന്നു എന്നാണ് വിവരമുള്ളത്. ഇന്ന് G7 രാജ്യങ്ങളുടെ ഒരു അടിയന്തര യോഗം ചേരുന്നുണ്ട്. മറ്റൊരു കാര്യം, ഇറാൻ ഗൾഫ് രാജ്യങ്ങളിലെ ആക്രമണം തുടരുകയാണോ? പുതുതായിട്ടുള്ള ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇപ്പോൾ? തീർച്ചയായിട്ടും ഇന്ന് ഏറ്റവും വലിയ ആക്രമണങ്ങൾ ഉണ്ടായത് ഈ സൗദി അറേബ്യയിലും അതുപോലെ തന്നെ ബഹ്റൈനിലുമാണ്. സൗദി അറേബ്യയിൽ ഒരു ഇന്ത്യൻ പൗരൻ്റെ മരണത്തിനിടയാക്കിയിട്ടുള്ള ഒരു ആക്രമണം ഉണ്ടായിരുന്നു. ഇവിടേക്കൊരു ഡ്രോൺ ആക്രമണം നടന്ന് ഈ ഡ്രോൺ ഇന്റർസെപ്റ്റ് ചെയ്ത് നശിപ്പിച്ചത് കാരണം അതിൻ്റെ അവശിഷ്ടങ്ങൾ വീണ് ഒരു കെട്ടിടം തകരുകയായിരുന്നു. ഈ കെട്ടിടത്തിനകത്ത് ഉണ്ടായിരുന്ന ഒരു ഇന്ത്യൻ പൗരനും അതുപോലെ തന്നെ 2 ബംഗ്ലാദേശി പൗരന്മാരുമാണ് കൊല്ലപ്പെട്ടത്. അതുപോലെ തന്നെ മറ്റ് 16ഓളം പേർക്ക് പരിക്കേൽക്കുകയും
പരിക്കേൽക്കുന്ന ഒരു നിലയും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബഹ്റൈനിലുള്ള ഒരു എണ്ണ സംഭരണ കേന്ദ്രത്തിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഇവിടെ സാഹചര്യം ഗുരുതരമായത് കാരണം ഇവിടെയുള്ള അമേരിക്കൻ പൗരന്മാരോട് എത്രയും വേഗം നാട്ടിലേക്ക് തിരിച്ചെത്തണം എന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇവിടെയുള്ള US എംബസിയും ഉടൻ തന്നെ പൂട്ടണം എന്നുള്ള ഒരു അറിയിപ്പും നൽകിയിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ മറ്റൊരു ആക്രമണം നടന്നത് ബഹ്റൈനിലാണ്. ബഹ്റൈനിൽ ഒരു ഡ്രോൺ തകർന്നു വീണ് 32 പേർക്ക് പരിക്കേൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഇതിൽ 2 വയസ്സുള്ള ഒരു കുട്ടിയും അതുപോലെ തന്നെ 17 വയസ്സുള്ള ഒരു പെൺകുട്ടിയുമുണ്ട്. ഈ പെൺകുട്ടിയുടെ നില അതീവ ഗുരുതരമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. തലയ്ക്കും കണ്ണിനും ഗുരുതര പരിക്കും ഏറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ ഇറാനും തിരിച്ചടികൾ വളരെ ശക്തമായി തന്നെ ലഭിക്കുന്നുണ്ട്. ഇറാനുള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് IRGCയുടെ പല പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളും അതുപോലെ ഒരു പോലീസ് ആസ്ഥാനം, ഇസ്ഫഹാക്കിലുള്ള ഒരു കമാൻഡ് സെന്റർ ഇതെല്ലാം തകർത്തതായിട്ടാണ് ഇസ്രായേൽ ആർമി വ്യക്തമാക്കുന്നത്. അതുപോലെ ലെബനനിലും ആക്രമണം ശക്തമായി തന്നെ തുടരുകയാണ്. പല രാജ്യങ്ങളിലും UAE ഉൾപ്പെടെ നിരവധി ഡ്രോണുകൾ തകർത്തതായിട്ടാണ് വിവരം ലഭിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ പശ്ചിമേഷ്യയിൽ വിവിധ മേഖലകളിലേക്ക് സംഘർഷം വ്യാപിക്കുന്നുണ്ട്. ശരി അജയ്, മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മുസ്തഫ ഖമനേയിയെ പരമോന്നത നേതാവായി ഇറാൻ തെരഞ്ഞെടുത്തതിന് ശേഷം ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും പ്രതികരണം വരുന്നുണ്ടോ? ട്രംപ് ഇതേക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ട്രംപിന്റെ ഒരു പൊതുവേദിയിലുള്ള പ്രഖ്യാപനം അല്ലെങ്കിൽ ട്രൂത്ത് സോഷ്യൽ വഴിയുള്ള പ്രതികരണം ഒന്നും നിലവിൽ ലഭ്യമായിട്ടില്ല. അദ്ദേഹം 2 മാധ്യമങ്ങൾക്ക് പ്രസ്താവനകൾ നൽകിയതിൽ നിന്നുള്ള വിവരങ്ങളാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്നത്. അദ്ദേഹം ഇസ്രായേലി ടൈംസിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ ഇതിനെപ്പറ്റി പ്രതികരിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞത് നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം എന്നാണ് പറഞ്ഞത്. അതുമാത്രമല്ല, ഇപ്പോൾ നിലവിൽ ഉള്ള ഈ ഒരു യുദ്ധം ഇതിൻ്റെ ഒരു സമാപനത്തെ പറ്റിയിട്ട് നിർണായക തീരുമാനമെടുക്കേണ്ടത് ബെഞ്ചമിൻ നെതന്യാഹു കൂടി ചർച്ചകൾക്ക് ശേഷമാണ്. അല്ലാതെ തനിക്ക് ഒറ്റയ്ക്കൊരു തീരുമാനമെടുക്കാൻ സാധിക്കില്ല എന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോക്സ് ന്യൂസിന് നൽകിയിട്ടുള്ള ഒരു ടെലിഫോണിക് അഭിമുഖത്തിൽ ട്രംപ് പറഞ്ഞത് ഈ ഒരു മുജ്തബ ഖമനേയുടെ നിയമനത്തിൽ താൻ ഒട്ടും സന്തുഷ്ടനല്ല എന്ന് ട്രംപ് സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഇസ്രായേൽ ഡിഫൻസ് മിനിസ്ട്രിയുടെ ഭാഗത്തു നിന്നാണ് ഒരു പ്രതികരണം വരുന്നത്. ഡിഫൻസ് മിനിസ്ട്രി പറയുന്നത് അവർ ആരെ പുതിയ നേതാവായി തെരഞ്ഞെടുത്താലും നിലവിലുള്ള ഭരണകൂടത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന എല്ലാ നേതാക്കളെയും തങ്ങൾ ഉടൻ തന്നെ വകവരുത്തും, അവിടെ ഒരു ഭരണമാറ്റം കൊണ്ടുവരുമെന്നാണ്. അതുകൊണ്ട് ആരെ പുതിയ നേതാവായി അവരോധിച്ചാലും യാതൊരു പ്രശ്നവുമില്ല എന്ന് ഇസ്രായേലും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നിലവിൽ ആദ്യ ആഴ്ചയിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ 2ാമത്തെ ആഴ്ചയിലേക്ക് യുദ്ധം കടക്കുമ്പോൾ അമേരിക്കയും ഇസ്രായേലും ആദ്യം പറഞ്ഞ കാര്യത്തിൽ അവർക്ക് ചെറിയൊരു പരാജയം ഈ വിഷയത്തിൽ നേരിട്ടിട്ടുണ്ട് എന്ന് വേണം നമുക്ക് നിലവിലെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ. അവർ ആദ്യം ആയത്തുള്ള അലി ഖമനയെ കൊലപ്പെടുത്തിയപ്പോൾ ജനങ്ങളോട് ഭരണം അട്ടിമറിക്കണമെന്നും ജനങ്ങൾ ഭരണം തങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടുവരണമെന്നുള്ള ആഹ്വാനം ഇസ്രായേലും അമേരിക്കയും നടത്തിയിരുന്നു. എന്നാൽ അവിടെ US-ഉം ഇസ്രായേലും ആഗ്രഹിക്കുന്നത് പോലെ ഒരു ഭരണമാറ്റം വന്നില്ല എന്ന് മാത്രമല്ല, ഇറാൻ തങ്ങളുടെ പുതിയ പരമോന്നത നേതാവായിട്ട് ആയത്തുള്ള അലി ഖമനയുടെ മകൻ മുജ്തബ ഖമനയെ നിയമിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇത് ശരിക്കും 2 രാജ്യങ്ങൾക്കും ഒരു തിരിച്ചടിയാണ്. ഈ തിരിച്ചടിയെ അവർ എങ്ങനെയായിരിക്കും ഇനി വരും ദിവസങ്ങൾ നേരിടാൻ പോകുക എന്നുള്ളത് ഈ യുദ്ധത്തിന്റെ മുന്നോട്ടുള്ള പോക്ക് അത് നിർണായകം തന്നെയായിരിക്കും. ശരി, അജയ് സുധാ ബിജുവാണ് ന്യൂസ് ഡെസ്കിൽ വിവരങ്ങൾ നൽകിയത്. മുസ്തഫ ഖമനേയിയെ അംഗീകരിക്കില്ല എന്നുള്ള കാര്യം അമേരിക്കയും ഇസ്രായേലും വ്യക്തമാക്കി കഴിഞ്ഞിട്ടുള്ളതാണ്. ആരാണ് മുസ്തഫ ഖമനേയി? അയത്തുള്ള അലി ഖൊമൈനി കൊല്ലപ്പെട്ടതോടെ അക്ഷരാർത്ഥത്തിൽ ഒരു ശൂന്യതയാണ് ആ രാജ്യത്ത്. കാരണം 35 വർഷമായി ആ രാജ്യത്തിൻ്റെ പരമാധികാരിയായിരുന്ന ഒരാളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഖൊമൈനിയുടെ പിൻഗാമി ആരായിരിക്കും എന്ന ചോദ്യം എല്ലായിടത്തു നിന്നും ഉയരുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അവിടെയാണ് മുസ്തഫ ഖമനേയി എന്ന പേര് പ്രസക്തമാകുന്നത്. മുസ്തഫ അയത്തുള്ള അലി ഖൊമൈനിയുടെ 2ാമത്തെ മകനാണ്. ഇതിനു മുൻപ് തന്നെ ഇറാൻ്റെ ഭരണകാര്യങ്ങളിൽ ഇടപെടുകയും മറ്റും ചെയ്ത ആളാണ്. വലിയ ബിസിനസ്സുകാരനാണ്. ദുബായിലും UK-യിലുമൊക്കെ ആഡംബര ഭവനങ്ങളും ഹോട്ടലുകളും മറ്റുമുള്ള വലിയ ഒരു ശൃംഖലയുടെ ഉടമ കൂടിയാണ് മുസ്തഫ. മുസ്തഫയുടെ പ്രത്യേകതകൾ വളരെ വേഗം നമുക്ക് ഒന്ന് നോക്കാം. ഒന്ന്, മുസ്തഫ അറിയപ്പെടുന്നത് അയത്തുള്ള അലി ഖൊമൈനിയുടെ 2ാമത്തെ മകൻ എന്ന നിലയിലാണ്. ആയിരക്കണക്കിന് കോടി രൂപയുടെ ആസ്തിയുള്ള ഒരാൾ കൂടിയാണ് ഇയാൾ. 6 മക്കളാണ് അയത്തുള്ള അലി ഖൊമൈനിക്കുള്ളത്. 6 മക്കളിൽ 2ാമനാണ് മുസ്തഫ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, പിതാവിൻ്റെ സർവ്വസവിശേഷതകളുമുള്ള മകൻ എന്ന വിശേഷണം കൂടി മുസ്തഫയ്ക്കുണ്ട്. ഭരണത്തിലും സേനയിലും ആദ്യം മുതൽ തന്നെ, പിതാവ് ശക്തനായ കാലം മുതൽ തന്നെ ഭരണത്തിലും സേനയിലും നിർണായകമായ സ്വാധീനം മുസ്തഫയ്ക്കുണ്ട് എന്നുള്ളത് മുസ്തഫയുടെ ഒരു അഡ്വാൻറ്റേജായി പറയപ്പെടുന്ന പശ്ചാത്തലമുണ്ട്. മറ്റൊന്ന്, ഇസ്രായേലിൻ്റെ ഹിറ്റ് ലിസ്റ്റിലുള്ള ഒരാൾ കൂടിയാണ് മുസ്തഫ എന്നുള്ളതാണ്. ഇസ്രായേലിൻ്റെ
ഹിറ്റ് ലിസ്റ്റിലുള്ള ആളാണ്. ഉപരോധങ്ങളെ മറികടന്ന് കെട്ടിപ്പടുത്തത് വലിയൊരു സാമ്പത്തിക സാമ്രാജ്യമാണ്. നമുക്കറിയാം ഇറാനുമേൽ അമേരിക്കയിലടക്കം വലിയ ഉപരോധങ്ങൾ, ലോകരാജ്യങ്ങളിൽ മിക്കവയുടെയും വലിയ ഉപരോധമുണ്ട്. അവരുടെ ആണവ പദ്ധതികളുമൊക്കെയായി ബന്ധപ്പെട്ടാണ്. അതിനെയൊക്കെ മറികടന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദുബായിലും UK-യിലുമൊക്കെ ഹോട്ടൽ ശൃംഖലകൾ, ഒപ്പം ആഡംബര ഭവനങ്ങളൊക്കെയുള്ള വലിയ ബിസിനസ് സാമ്രാജ്യമുള്ള ഒരാൾ കൂടിയാണ് മൊജ്തബ എന്നുള്ളതാണ്. ഇത് പല ഇടനിലക്കാരുടെയും സഹായത്തോടെയാണ് ഇത്തരം ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പൊക്കിയത് എന്നുള്ള ആക്ഷേപം മൊജ്തബയ്ക്കെതിരെ നേരത്തെ മുതൽ ഉണ്ട് താനും. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ലണ്ടനിലും ദുബായിലും ആഡംബര വസതികൾ. 2019 മുതലാണ് മൊജ്തബയ്ക്കും US ഉപരോധം ഏർപ്പെടുത്തിയത്. അയത്തുള്ള അലി ഖൊമേനിക്ക് ഉപരോധം ഏർപ്പെടുത്തിയതിനൊപ്പം മൊജ്തബയും US-ന്റെ റഡാറിലുണ്ടായിരുന്ന, ഹിറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന ഒരാളാണ് എന്ന് മനസ്സിലാക്കണം. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ വിദഗ്ധരുടെ അസംബ്ലിയുടെ ഡെപ്യൂട്ടി ചെയർമാൻ കൂടിയാണ് മൊജ്തബ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതായത് ഭരണപരമായ കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കുന്ന നിരവധി വിദഗ്ധരുടെ ഒരു സമിതിയുണ്ട്. അവരുടെ ആ അസംബ്ലിയുടെ ഡെപ്യൂട്ടി ചെയർമാനായി മൊജ്തബ, അതായത് ഭരണത്തിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ മൊജ്തബയ്ക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറയുകയാണ്. അറബിയിലും ഇംഗ്ലീഷിലുമുള്ള പ്രാവീണ്യം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വിവിധ ഭാഷകളിൽ മൊജ്തബയ്ക്ക് സംസാരിക്കാൻ സാധിക്കും എന്നുള്ളത് ഇയാൾക്ക് ഒരു അഡ്വാൻറ്റേജ് ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പൗരോഹിത്യവുമായി ബന്ധമില്ല. നമുക്കറിയാം അയത്തുള്ള അലി ഖൊമേനി ഒരു മത നേതാവായിരുന്നു, പിന്നീട് പൗരോഹിത്യവുമായി ഏറെ ബന്ധമുള്ള ആളായിരുന്നു. പൗരോഹിത്യവുമായി ബന്ധമില്ല എന്നുള്ളതാണ് മൊജ്തബയ്ക്ക് ഒരു നെഗറ്റീവായി പലപ്പോഴും കാണുന്നത്. ഒപ്പം അച്ഛൻ മകൻ പിന്തുടർച്ചാവകാശം അംഗീകരിക്കുന്നില്ല എന്നുള്ളതും മൊജ്തബയ്ക്ക് തിരിച്ചടിയായേക്കാം ഈ പരമോന്നത നേതാവ് എന്ന പദവിയിലേക്ക് എത്തുന്നതിൽ. പുറത്തു വരുന്ന വിവരമനുസരിച്ച് ഈ അയത്തുള്ള അലി ഖൊമേനി തന്നെ തൻ്റെ പിന്തുടർച്ചാവകാശി ആരായിരിക്കണം എന്ന ലിസ്റ്റ് വെച്ചതിൽ മൊജ്തബയുടെ പേരില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അങ്ങനെ നിരവധി പ്രത്യേകതയുള്ള ഒരു നേതാവ്. പക്ഷേ നമുക്കറിയാം ഇറാനിലെ ദേശീയ അസംബ്ലി ഇത് 88 പേർ ചേർന്ന ഒരു സമിതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കുന്നത്. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാകും പുതിയ പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കുന്നത്.